കുംഭമേളയിൽ മഹാമണ്ഡലേശ്വരായി അവരോധിക്കപ്പെട്ട സ്വാമി ആനന്ദവനത്തിന് സ്വീകരണവേദി നിഷേധിച്ച് കൊച്ചിൻ ദേവസ്വം ബോർഡ്. സ്വാമി ആനന്ദവനത്തിൻ്റെ ജന്മദേശമാണ് തൃശൂർ. മഹാമണ്ഡലേശ്വരായതിനെ തുടർന്ന് അദ്ദേഹത്തെ ആദരിക്കുന്നതിനായാണ് സ്വീകരണം ഒരുക്കിയത്. വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ ശ്രീമൂലസ്ഥാനത്താണ് ഇന്ന് വൈകിട്ട് സ്വീകരണ പരിപാടി നടത്താൻ തീരുമാനിച്ചിരുന്നത്. ആദ്യം അനുമതി നൽകിയിരുന്നെങ്കിലും അവസാന നിമിഷം നിഷേധിച്ചു എന്നാണ് സംഘാടകരുടെ പരാതി. മുഖ്യ സംഘാടകനായ ശ്രീ KG വേണുഗോപാൽ ചേരുന്നു. ശ്രീ വേണുഗോപാൽ, എന്തുകൊണ്ടാണ് ഇങ്ങനെ അനുമതി നിഷേധിച്ചത്? ദേവസ്വം ബോർഡ് അതിന് കൃത്യമായിട്ടുള്ള വിശദീകരണം വല്ലതും നൽകുന്നുണ്ടോ? ഏത് രീതിയിൽ പരിപാടി സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിരുന്നത്? എന്താണ് വിശദാംശങ്ങൾ? അവിടെ ഞങ്ങൾ ഈ പരിപാടി മഹാമണ്ഡലേശ്വര ആനന്ദവനം ഭാരതിക്ക് ഉചിതവും പ്രൗഢവുമായ ഒരു ആദരവ് കൊടുക്കണം എന്ന് തീരുമാനിച്ചു. അതിന്റെ ഭാഗമായിട്ട് വടക്കുംനാഥന്റെ മുന്നിൽ നിന്നാവണം ആദിശങ്കരുമായിട്ടുള്ള ആ ഒരു ബന്ധവും ഇതൊക്കെ വെച്ചിട്ട് അങ്ങനെയാണ് തീരുമാനിച്ചത്. അങ്ങനെ ആദ്യം അവർക്ക് ആപ്ലിക്കേഷൻ കൊടുത്തു. നമ്മുടെ പരിപാടി ഈ 19-ാം തീയതി നടത്താം എന്ന് പറഞ്ഞിട്ടായിരുന്നു നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തത്. അവരതിന് സമ്മതം തന്നു. സമ്മതം തന്നതിന് ശേഷം പിന്നെ അവർ പറഞ്ഞു, അയ്യോ 19-ാം തീയതി ഞങ്ങൾക്ക് കലശമുണ്ട്, കലശമുള്ളതുകൊണ്ട് ആ ദിവസം തരാൻ നിവൃത്തിയില്ല, നിങ്ങൾ 18-ന് നടത്തിക്കൊള്ളൂ, അങ്ങനെയാണെങ്കിൽ തരാം എന്നും പറഞ്ഞു. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ മാറ്റിയിട്ട് വീണ്ടും ഞങ്ങൾ 18-ന് നടത്തുന്നതിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തെറ്റുപറ്റി. നമ്മുടെ കലശം പിന്നെ 18-ന് 19-നല്ല 18-ന് തന്നെയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് 19-ന് പരിപാടി നടത്താം എന്ന് പറഞ്ഞു. അതനുസരിച്ച് നമ്മൾ ആദ്യം പറഞ്ഞിരുന്ന 2 കാര്യങ്ങൾ, ഞങ്ങളുടെ ഇൻവിറ്റേഷൻ ഇതെല്ലാം മാറ്റിയിട്ട് വീണ്ടും ഈ ഡേറ്റ് മാറ്റിയിട്ട് ഇന്നത്തെ ദിവസം വെച്ചിട്ടാണ് വീണ്ടും പരിപാടി നമ്മൾ പ്രഖ്യാപിച്ചത്. പക്ഷേ ഇന്നലെ സ്റ്റേജ് കെട്ടാൻ വേണ്ടിയിട്ട് സ്റ്റേജിന്റെ പണിക്കാർ അവിടെ സാധനങ്ങളൊക്കെ കൊണ്ടിട്ട് പണി തുടങ്ങിയപ്പോൾ അവിടെ നിന്ന് ആരോ വന്ന് പറഞ്ഞു, നമ്മുടെ ഒഫീഷ്യലി അറിയിച്ചിട്ടൊന്നുമില്ല അവരാരും തന്നെ, ആരോ വന്ന് പറഞ്ഞു, നിങ്ങൾക്ക് അനുവാദമൊന്നും കിട്ടിയിട്ടില്ല, ഇവിടെ സ്റ്റേജ് കെട്ടാൻ അനുവദിക്കില്ല ഇത് പറഞ്ഞു. അപ്പോൾ നമ്മുടെ പ്രവർത്തകരെ അത് അറിയിച്ചപ്പോൾ അവര് ഉടനെ തന്നെ സെക്രട്ടറിയെ വിളിച്ചു. സെക്രട്ടറി ഫോൺ എടുക്കാൻ തയ്യാറായില്ല. അതിന്റെ മാനേജറെ വിളിച്ചു, അവരും ഫോൺ എടുക്കാൻ തയ്യാറായില്ല. എന്നിട്ട് നേരിട്ട് പോയപ്പോൾ ഏതായാലും ഇവിടെ വെച്ച് നടത്താൻ സമ്മതിക്കില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രൗണ്ടിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വേണമെങ്കിൽ നടത്തിക്കോളൂ എന്നുള്ള രൂപത്തിൽ പറഞ്ഞാൽ അമ്പലത്തിന്റെ പറമ്പിൽ അമ്പലത്തിന് അടുത്തുമായിട്ട് ബന്ധപ്പെട്ട് ഒരിടത്തും നടത്താനുള്ള അനുവാദമില്ല, പിന്നെ മറ്റു ഗ്രൗണ്ടിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത്. അപ്പോൾ അവർക്ക് പൊതുയോഗമൊക്കെ നടത്തുന്ന രൂപത്തിൽ നടത്താൻ പറഞ്ഞു. അത് ഞങ്ങൾക്ക് സമ്മതമുണ്ടായിരുന്നില്ല, ഇതാണ് പറഞ്ഞത്. പക്ഷേ അതുകൊണ്ട് ഇന്ന് ഇവിടെ വരുന്ന ഇദ്ദേഹത്തെ സ്വീകരിക്കാൻ വരുന്ന ആയിരക്കണക്കിന് നമ്മുടെ ഭക്തര് ഇന്ന് വടക്കുംനാഥന്റെ അമ്പലത്തിനുള്ളിൽ കയറിയിട്ട് നാമജപം നടത്തിയതിനു ശേഷമാണ് നമ്മുടെ പരിപാടി നടക്കുന്ന ഹാളിലേക്ക് പോകുന്നത്. കൗസ്തുഭ ഹാളിൽ വെച്ചിട്ടാണ് നമ്മുടെ പരിപാടി. അവിടെ ഈ വരുന്ന ഭക്തരെല്ലാവരും തന്നെ കയറിയിട്ട് അവിടെ ഭഗവാനോട് ഭജിച്ചിട്ട് ഈ തരത്തിലുള്ള വൈകൃതങ്ങൾ കാണിക്കുന്നതിനോട് മാപ്പ് കൊടുക്കണേ ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഹിന്ദു സമൂഹത്തിനും നമ്മുടെ സനാതന ധർമ്മത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ചില പാർട്ടി നേതാക്കന്മാരുടെ വൈകൃതങ്ങളെ മാപ്പ് കൊടുക്കണേ ഭഗവാനെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞങ്ങളിന്ന് വൈകുന്നേരം പരിപാടി കൗസ്തുഭ ഹാളിൽ വെച്ച് നടത്തും. അതിനു മുമ്പ് ഭഗവാന്റെ മുമ്പിൽ എല്ലാവരും പോയിട്ട് നാമജപം നടത്തും. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന്റെ പിന്നിലുള്ള സംഭവം ഇതാണ്. നല്ല കാര്യം. ശ്രീ വേണുഗോപാൽ, ഒരു കാര്യം കൂടി, അതായത് ഹൈന്ദവ ആചാരങ്ങളോടും അനുഷ്ഠാനങ്ങളോടും മുഖം തിരിക്കുന്ന ഒരു സമീപനം അത് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കണ്ടുവരുന്നതാണ്. മാത്രമല്ല സ്വാമിമാരെ പരസ്യമായി നിന്ദിക്കുക, അവരെ മോശമായിട്ട് ചിത്രീകരിക്കുക, ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായും അത് തന്നെയല്ലേ ഇവിടെയും പ്രതിഫലിച്ചിരിക്കുന്നത്? അവസാന നിമിഷം പിന്മാറുക, അതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള ഒരു അജണ്ട തന്നെയല്ലേ നടപ്പിലാക്കിയിരിക്കുന്നത്? ഈ അജണ്ടയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല, അതിൽ മറ്റൊരു പ്രത്യേകതയും കൂടെ ഞങ്ങൾ കാണുന്നത്, ഇതുവരെ ഈ മഹാകുംഭമേളയെക്കുറിച്ച് മലയാളികളുടെ മനസ്സിൽ കാര്യമായിട്ടുള്ള ഒരു സ്ഥാനം ഉണ്ടായിരുന്നില്ല. ആ സ്ഥാനം ഉണ്ടാക്കി കൊടുത്തത് നമ്മുടെ മഹാമണ്ഡലേശ്വരൻ ആനന്ദവനം ഭാരതിയാണ്. അത് ആദ്യം സോഷ്യൽ മീഡിയയിൽ കൂടെയൊക്കെ അതിനു വേണ്ടിയുള്ള പ്രചാരണം കൊടുത്തു. അത് ലക്ഷക്കണക്കിന് ആൾക്കാർ അത് ഏറ്റെടുത്തു.
അത് വീണ്ടും വീണ്ടും പ്രചാരണം കൊടുത്തു. അതിന്റെ ഫലമായിട്ടാണ് ഏകദേശം 3.5 ലക്ഷത്തോളം പേര് കുംഭമേളയിൽ പങ്കെടുക്കാൻ എത്തിയത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനോടുള്ള നമ്മുടെ മലയാളികളുടെ ആ ഒരു സമീപനം, അദ്ദേഹത്തോടുള്ള ഒരു ആദരവ് വളരെ വർദ്ധിച്ചു വരുന്നതായിട്ട് ഈ തരത്തിലുള്ള വൈകൃതങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിനവർ ചെയ്യുന്നത് ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ തടയാൻ സാധിക്കും എന്നുള്ള വ്യാമോഹമാണ് അവർക്കുള്ളത്. ആ തരത്തിലുള്ള വൃത്തികെട്ട കാര്യങ്ങളായിരിക്കും അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ സനാതന ധർമ്മ വിശ്വാസികളുടെ ആ ആത്മാഭിമാനവും ആത്മവിശ്വാസവും എത്രത്തോളം ഉണ്ടെന്ന് അവർ പല അനുഭവങ്ങളിൽ കൂടെ മനസ്സിലാക്കിയവരാണെങ്കിലും അവർ ഇന്നും അത് പഠിച്ചിട്ടില്ല. അതിന് ഇന്ന് ആ തരത്തിലുള്ള നല്ല രൂപത്തിലുള്ള ഒരു മറുപടി തന്നെ കിട്ടും എന്നുള്ളതിന് സംശയമില്ല. അതുകൂടാതെ നമ്മുടെ ജുനാ അഖാഡയിലുള്ള ഉത്തര ഭാരതത്തിലുള്ള സന്യാസി ശ്രേഷ്ഠന്മാര് ഇതിനെക്കുറിച്ച് ഇന്ന് തന്നെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞു. ജുനാ അഖാഡയിലുള്ള 2 അത്യുന്നത പദവിയിലിരിക്കുന്ന ഒരു സന്യാസി ശ്രേഷ്ഠൻ ഇന്നിവിടെ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അദ്ദേഹവും ഇതിന്റെ കാര്യങ്ങൾ അവിടെ അറിയിച്ചു കഴിഞ്ഞു. അപ്പൊ ഇത് ഇവിടെ കൊണ്ട് മാത്രം നിൽക്കുന്നില്ല. കേരളത്തില് ഇപ്പോൾ അവിടെ വെച്ച് കുംഭമേളയിൽ വെച്ചിട്ട് ഞാൻ തന്നെ അതിന്റെ ജനറൽ സെക്രട്ടറി അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആത്മാഭിമാനമുള്ള സനാതന ധർമ്മികളല്ലേ കേരളത്തിൽ വേണ്ടത്, എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള വൈകൃതങ്ങൾക്ക് നിങ്ങൾ അടിമപ്പെടുന്നു എന്ന് അദ്ദേഹത്തിന് പറഞ്ഞു. കേരളത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഇവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ ഈ ജുനാ അഖാഡയുടെ ദേശീയ തലത്തിലുള്ള അവിടെയും പോയിട്ടുണ്ട്. അവരും ഇതിന് ഉചിതമായ കാര്യങ്ങൾ ചെയ്യും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതനുസരിച്ചിട്ട് കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ഇവിടെയും അതുപോലെ തന്നെ ഈ സനാതന ധർമ്മ അഭിമാനികളായ അതിൽ അഭിമാനം കൊള്ളുന്ന ഓരോരുത്തരും ഈ തരത്തിലുള്ള കാര്യങ്ങൾക്ക്, ഹിന്ദുവിനെ ചവിട്ടിത്തേക്കുന്ന കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും നേരിട്ട് വന്ന് പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചു. അത് ചെയ്തില്ല എങ്കിൽ വീണ്ടും ചവിട്ടും തൊഴിയും കൊണ്ട് കിടക്കേണ്ട ഒരു സമൂഹമായിട്ട് നമ്മൾ മാറണോ എന്ന് ചിന്തിക്കേണ്ട സമയവും അതിക്രമിച്ചു. യെസ്, താങ്കളുടെ അഭിപ്രായത്തോട് 100% യോജിക്കുന്നു. നന്ദി ശ്രീ KG വേണുഗോപാൽ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.